USS Examination Orientation for 2021. Paper 2, Part A English, Questions 15. Syllabus. Read the passage. You will be getting question from 1 to 4. You need to answer all 4 questions. When you do the passage, you should think about some major points. First of all, you read the passage very carefully at least 2 times. And when you read second time or third time, you should find out the answer in the question paper and you should match up with the answer with the options. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഉത്തരം നിങ്ങളുടെ ചോദ്യപേപ്പറിലെ ഓപ്ഷൻസുമായി മാച്ചപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരി ഉത്തരമാണ്. ഇനി നിങ്ങൾക്കൊരു പാസേജ് കിട്ടുമ്പോൾ some of you may feel that it is very simple. Some other may feel that it is very difficult. When you think it is very simple, don't jump into an answer. Think for a second and do the answer. And if you feel it is very difficult, don't think it is very difficult. Don't go behind the difficult words. Instead, you try to find out the meaning of the passage and try to get. Okay? So, this is you have to do in the examination hall. ഇനി പരീക്ഷയ്ക്ക് മുമ്പായിട്ട് റീഡ് ദ പാസേജിലെ 4 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഒരു പാരഗ്രാഫെങ്കിലും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5, 6, 7 ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാരഗ്രാഫ് എടുത്ത് നല്ലവണ്ണം വായിച്ച് അതിൻ്റെ ഗ്രാമർ പാർട്ടൊക്കെ വായിച്ച് നോക്കിയിട്ട് പുസ്തകത്തിലെ റൈറ്റ് സൈഡിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എഴുതിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ USSന് വേണ്ടിയിട്ട് ഒരു ബുക്ക് വേണം, അതിൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു ഭാഗം വേണം. അപ്പോൾ നിങ്ങൾ അന്നന്ന് പഠിക്കുന്നത് ഡേറ്റ് ഇട്ട് വൃത്തിയായി എഴുതി വയ്ക്കണം. എഴുതാതെ പഠിക്കുകയേ ചെയ്യരുത്. ഇനി നോർമലി ചോദ്യങ്ങൾ വരിക, ഈ പാസേജിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഓതർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഓതർ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ 1-2 ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഹാവ് നോട്ട് എന്നൊരു വാക്കുണ്ട്, എന്താണ് അതിൻ്റെ അർത്ഥം, അങ്ങനെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ചോദ്യങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് 2018 ചോദ്യപേപ്പറാണ്. അതിൽ കണ്ട ഒരു കാര്യം, റീഡ് ദ പാസേജിൽ നിന്ന് സിനോണിമം കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് എ സിനോണിമം വേർഡ് ഫോർ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ സിനോണിമം വേർഡ് എന്താണ്? യു നോ ഇറ്റ് ഈസ് സിമിലർ മീനിങ് വേർഡ്സ്. Okay, if synonymous words you will get, antonym also you will get. So synonymum, antonymum, how will you study? If you want to study synonymum and antonym, what you have to do it is, you have to take a standard Oxford dictionary or any other standard dictionaries. If you don't have a dictionary in your hand, standard dictionary in your hand, what you have to think, you have to take the glossary of your textbook and find out synonym words. You have another option. Go for Google search. Find out, write synonym in English and antonym in English. You will be getting a lot of words. Per day, take 2 or 3 words and study well. Okay? Next question. It came on a question paper. It is, find out the passage is a profile, biography or autobiography or description. Profile means it's like ഒരു ചെറു വിവരണമാണ്. അതായത് ഒരാൾ വേറൊരാളെക്കുറിച്ച് എഴുതുന്നതാണ്. ഫോർ എക്സാമ്പിൾ, വി യൂസ് ടു റൈറ്റ് അബൌട്ട് വൈക്കം മുഹമ്മദ് ബഷീർ. A profile starts from like that. Vaikam Muhammad Bashir is born in Kerala
in the taluk of Vaikam. He was the fourth son. He became a very famous writer, like that. Now, what is biography? Biography means, see, if someone of you became very famous writer and you think about writing about Anu teacher. So, ഒരാൾ വേറൊരാളുടെ ചരിത്രം എഴുതുന്നതാണ് ബയോഗ്രഫി. There are very much examples like for ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചിട്ട് ഒത്തിരി പേര് ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ഇനി ഓട്ടോബയോഗ്രഫി എന്താണ്? ഇമാജിൻ, നിങ്ങളെല്ലാവരും നല്ല ചിത്രകാരികളല്ലേ? നിങ്ങളെല്ലാവരും തന്നെ പ്രശസ്തരായ ചിത്രകാരികളോ സയൻറ്റിസ്റ്റുകളോ ഒക്കെയായി മാറി. അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതണം. അതാണ് ഓട്ടോബയോഗ്രഫി. ടോട്ടോചാൻ എന്ന ബുക്ക് നിങ്ങൾക്കറിയില്ലേ? അതൊരു ഓട്ടോബയോഗ്രഫിയാണ്. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളില്ലേ, അത് ഓട്ടോബയോഗ്രഫിയാണ്. ഇനി ഡിസ്ക്രിപ്ഷൻ എന്നത് ഒരു വിവരണമാണ്. അപ്പോൾ ഒരു പ്രൊഫൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ വിശദമായ വിവരങ്ങൾ നൽകുന്ന ഒന്ന് പ്രൊഫൈലായിരിക്കും. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു പ്രശസ്തനായ വ്യക്തിയെക്കുറിച്ച് വേറൊരാൾ എഴുതുന്നത് ബയോഗ്രഫി ആണെന്നും, ഒരാളുടെ സ്വന്തം കഥ പറയുകയാണെങ്കിൽ അതൊരു ഓട്ടോബയോഗ്രഫി ആണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഒരു വ്യത്യാസമായി കണ്ടിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് റീഡ് ദ പാസേജിൽ നിന്ന്. ഇനി 5 മുതൽ 12 വരെ ഗ്രാമറ്റിക്കൽ അനാലിസിസ് ആണ്. ഫോർ എക്സാമ്പിൾ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് എ കറക്റ്റ് സെൻറ്റൻസ് ആയിരിക്കാം. 6ാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കാം. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ ഡാഷ്. 7th ക്വസ്റ്റ്യൻ മേ ബി കറക്റ്റ്ലി സ്പെൽഡ് ടു വേർഡ്സ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, 2018 there is a word came, find out the correct spelling of territory. അപ്പോൾ സിനോണിമും ആൻറ്റോണിമും പഠിക്കുമ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് വേർഡ്സും കൂടെ പഠിക്കണം. ഇനി 8th ക്വസ്റ്റ്യനിൽ നമുക്ക് വരാൻ പോകുന്നത് പ്രോവർബ്, ഫ്രേസ്, ഇഡിയം. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ചോദിക്കും. പ്രോവർബ് മീൻസ് പഴഞ്ചൊല്ലാണ്. അപ്പം എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. സോ ഓപ്ഷൻസ് ഇങ്ങനെയായിരിക്കും. ഹി ഹാസ് എ ബേർഡ് and he wants to get a bird from the bush also. He has a bird in his hand. It is better to keep things in our hand rather than going and searching for some another thing. So ഇതിൽ 3rd ഓപ്ഷനാണ് റൈറ്റ് ഓപ്ഷൻ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രോവർബുകളും ഇഡിയമും ഫ്രേസും നൽകുമ്പം അത് നൽകുന്ന സന്ദേശമായിരിക്കണം നമ്മൾ ഉത്തരമായി കണ്ടുപിടിക്കേണ്ടത്. For example, there is a phrase, he is going to catch a bigger fish. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? he is going to catch a bigger fish എന്നാണോ? No, he can be engaged into some other things also. Then idioms also there. Idioms also ശൈലികളാണ്. സോ വിൽ ടെൽ ലൈക്ക് സം idioms ലൈക്ക് നിങ്ങളുടെ അമ്മ പറയാണ് ഒരു 20 ബക്കറ്റ് വെള്ളം കോരിക്കേ. യു ക്യാൻ സേ ഇറ്റ് ഈസ് എ ഹെർക്കുലിയൻ ടാസ്ക്. ഓക്കെ, സോ it is very sure that you will be getting a proverb or an idiom or a phrase. You have to find out the message, not the meaning, from the options. 9th ക്വസ്റ്റ്യൻ ആയിട്ട് വരിക യൂസ് ഓഫ് 4 into 2 in, off into, 2 into, അല്ലെങ്കിൽ ഇൻ അറ്റ്, ഓൺ ഇൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. 10th ക്വസ്റ്റ്യൻ ആയിട്ട് വരിക ഗെറ്റ് ദ മീനിങ് ഓഫ് സം വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് അക്രോസ്, ഫുൾ ഓഫ്, ഓർ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ. അങ്ങനെ വാക്കുകളുടെ മീനിങ്ങുകൾ കണ്ടെത്താൻ വരും. 11th ക്വസ്റ്റ്യനിൽ മോസ്റ്റ്ലി കണ്ടുവരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഗോസ് ഓൺ എ ലോങ് ജേർണി നോൺ ആസ് വോയേജർ. So you can find out the meaning of tourist, wanderer, hermit, etc.
Okay, now the 12th question. Now the 12th question will be, find out a metaphor, simile, alliteration, imagery. So simile means Rupagam. He is like a sun. Metaphor means Ubama. The word is a stage. ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നതാണ് മെറ്റഫർ. ഒന്ന് വേറൊന്നിനോട് രൂപീകരിക്കുന്നതാണ് സിമിലി. ഇനി ഓലിട്രേഷൻ ശബ്ദാലങ്കാരമാണ്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. ഒരു വേർഡ് തന്നെ, ഒരു കോൺസണൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെ ഓലിട്രേഷനാക്കി നിങ്ങൾക്ക് കണക്കാക്കാം. ഇനി ഇമേജറി എന്ന് പറഞ്ഞാൽ ഒരു സൺസെറ്റ്, ആ സൺസെറ്റിനെ ഇറ്റ്സ് വെരി ഗോഡ്ജിയസ്, ഇറ്റ് സീംസ് ബ്യൂട്ടിഫുൾ, അങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് വിവരിക്കുന്നതാണ് ഇമേജറി. അപ്പോൾ 5 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ ഈ ഗ്രാമറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ പാറ്റേണിൽ തന്നെ വരണമെന്നില്ല, വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് ഗ്രാമർ പാറ്റേണിൽ നിങ്ങൾ 5, 6, 7 ഗ്രാമറുകൾ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി 13, 14, 15 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പോയമാണ്. ആ പോയത്തിൽ നിന്ന് 3 ചോദ്യങ്ങൾ കിട്ടും. ആ 3 ചോദ്യങ്ങൾ ചിലപ്പം റൈമിംഗ് വേർഡ്സോ ഒലിട്രേഷൻ വേർഡ്സോ ഒക്കെ കണ്ടുപിടിക്കാനായിരിക്കും. അതല്ലെങ്കിൽ പോയത്തിൻ്റെ മീനിങ്, സം വേർഡ്സിൻ്റെ മീനിങ് അങ്ങനെ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ പോയവും പാസേജും ചെയ്യാനുള്ള എളുപ്പവഴി എല്ലാ ദിവസവും ഒരു പോയമോ ഒരു പാസേജിൻ്റെ ഒരു പാരഗ്രാഫും എഴുതി ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. So this section is getting over.